കാരണം ഇന്ന് എൻ്റെ മോടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം നമ്മളൊന്നും ഒരുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു കൈയൊക്കെ മുറിച്ച് ഒരു ശകലം പായസം വെക്കും. അത് ഞാൻ അരിപ്പായസമോ പൽപ്പായസമോ വെക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. അപ്പം ആദ്യം ഞാനൊരു ചരുവ എടുത്ത് വെച്ചു. അത് ഒന്ന് നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കും. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ഈ പച്ചരി എന്ത് ചെയ്തു കുക്കറിനകത്ത് നല്ലോണം കുറച്ച് പാലൊഴിച്ച് ഞാൻ വേവിച്ച് വെച്ചു. ഇനി നമുക്കൊരു ചരുവ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ഇത് കുടഞ്ഞിട്ട് നമുക്ക് പാലും ഒക്കെ ഒഴിക്കും. അപ്പം നമ്മളാണ് പച്ചരി ആണെങ്കിൽ ഇത് വേവിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടോട്ടൊന്ന് കുടഞ്ഞ് ഈ ചരുവത്തിലോട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്താൽ ചരുവത്തിലാകുമ്പോൾ ഒത്തിരി നേരം വേവണം. അതിന് കൊണ്ടാൽ നമ്മളിത് അരി വേവിച്ച് ഇതിനകത്തിട്ട് ഇനി നമുക്ക് പാലെല്ലാം ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പം നമ്മൾ 1 കിലോ പാൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഗുളിത്തൊഴിമിൻ്റെ അല്ല ടോണിൻ്റെ 1 കിലോ പാൽ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. ഞാൻ ഈ സ്പൂണിനൊരു 8 സ്പൂൺ പഞ്ചാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ അതിനകത്തോട്ട് ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് നെയ്യോടെ നമ്മൾ വേണ്ട കുറച്ച് നെയ്യോടെ ഒഴിക്കും. നമ്മൾ കുറച്ച് നെയ്യോട് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ പായസം ഇനി ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ പായസം നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കുക. ഒന്ന് തിളയ്ക്കണം, നല്ല വൃത്തിയായിട്ട് കുറുകണം. ഇത് ഇളക്കി നമുക്കിതങ്ങ് കുറുക്കണം. അപ്പം ഞാൻ നോക്കിയപ്പം മധുരം ഒത്തിരി കുറവാണ്. നമുക്ക് കുറച്ച് പഞ്ചസാര അളക്കുന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. ഇതേണ്ട പഞ്ചസാര ഇത്രയും കൂടെ ഞാനിടും. പാൽപ്പായസം ഇല്ലേ, മധുരം വേണം. ഇപ്പം നമ്മുടെ പായസം ഒരുവിധം എല്ലാം കുറുകി ആയിട്ടുണ്ട്. നല്ലോണം കുറുകി വേവണം അതിനകത്ത് കിടക്കും. അപ്പം നമ്മൾ കുറച്ച് ഏലക്ക ഇങ്ങനെ പൊടിച്ചിട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കയുടെ പൊടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതും കൂടി ഇതിനകത്തോട്ടിടും. ഏലക്കായും പഞ്ചാരയും കൂടെ പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതും ഇട്ടു, ഇതിനകത്തോട്ടിട്ടു. ഇതിപ്പം നല്ലോണം കിടന്നൊന്ന് വേവട്ടെ. വേന്തൊന്ന് കുറുകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ പായസം നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്ത അതിനങ്ങ് വെച്ചു. ഇനി നമുക്ക് ഇതുപോലൊരു ചീനിച്ചട്ടി എടുത്ത് നമ്മുടെ മുന്തിരിങ്ങ ഒന്ന് വറക്കാം. അപ്പം നമുക്ക് ഇച്ചിരി നെയ്യിടാം. ഇച്ചിരി ഏറെ നെയ്യ് ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരാൻ നമ്മുടെ ഇച്ചിരി നെയ്യിടും. നെയ്യിട്ട് അതിനകത്ത് നമുക്ക് ഈ കിസ്മിസ് ഒന്ന് വറുത്ത് കോരാം. ആ പായസം ഇളക്കിയ തവി കൊണ്ട് തന്നെ ഇതൊന്ന് ഇങ്ങനെ ഒതുങ്ങുക. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ മൂത്തു. ഇനി നമുക്ക് ഇപ്പം ഇതിനകത്തോട്ടുണ്ട്.
നമ്മളതിനകത്തോട്ട് ആ നെയ്യും ഉണ്ട് അങ്ങോട്ട് വരും. എന്നിട്ട് വീണ്ടും നമ്മളെടുത്ത് അടുപ്പ് വെച്ചു. അപ്പം നല്ല അടിപൊളി പാൽപ്പായസം നമുക്കെല്ലാം റെഡിയായി. ഇനിയും നമുക്ക് ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിച്ചിട്ട് നമുക്ക് ഇതും അന്നേരം നമുക്ക് എടുക്കാം. അപ്പം നമ്മളിതിപ്പം എല്ലാം റെഡിയാക്കി ഇതൊന്ന് അടച്ച് വെക്കുക. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മോടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അവൾ തേണ്ടി ഇവിടെ ഇച്ചിരിയൊക്കെ ഇങ്ങനെയെല്ലാം ഒരുക്കുക. നമ്മൾ വലുതായിട്ടൊന്നും ഇല്ല, ചെറുതായിട്ട് വേണ്ട. അവിടെ മോള് തേണ്ടി ഇവിടെ ഇരിക്കുക. ഇത് കണ്ടോ? ഒന്ന് പറഞ്ഞേ ഹായ് എന്നൊന്ന് പറഞ്ഞേ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ എന്നൊന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ ഹാപ്പി. ആ കണ്ട, അവള് ഭയങ്കര ഹാപ്പിയാ. അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അവളോടാ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്തോ ഇന്നാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇതാണ് ആള്. പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നീ ഒരു ഹായ് പറ. അപ്പം ഇന്ന് ഞങ്ങൾ ഭയങ്കര തണുപ്പ്, അതുകൊണ്ട് ഞങ്ങൾ വെളിയിലൊന്നും പോയില്ല. പിന്നെ ഓൺലൈനിൽ ഞങ്ങളൊരു കേക്ക് മേടിച്ചത്. അതുകൊണ്ട് ചെറിയൊരു കേക്ക് നമുക്ക് മാത്രം മതിയല്ലോ. അപ്പം ചെറിയൊരു കേക്ക് ഞങ്ങൾ മേടിച്ചു. അതോട് ചെറിയൊരു പാർട്ടിയല്ല, അത് വലിയ പാർട്ടിയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഭർത്താവ് മോടെ ഇവിടെ ഇല്ല, അവൻ കുവൈറ്റില്ല. അപ്പം പിന്നെ നമ്മൾ അതുകൊണ്ട് അധികം ഒന്നും ഒരുക്കുന്നില്ല. അപ്പം എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞുകൊണ്ട് നിർത്തുക. ഓക്കേ.